ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സന്ധ്യാസ് കിച്ചൺ വേൾഡ്. ഇന്നത്തെ റെസിപ്പി ഒരു കപ്പ് കേക്കാണ്. മൈദയൊന്നും ചേർക്കാത്ത ഒരു കേക്കാണ് ചെയ്യാൻ പോകുന്നത്. ഗോതമ്പ് പൊടിയും തേങ്ങയും ഒക്കെ ചേർത്തിട്ടാണ് ഇത് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിനുവേണ്ടി ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്, ഒരു കപ്പ് തേങ്ങ, 1/3 കപ്പ് ഷുഗറിന് പകരം ശർക്കര ചേർത്താൽ മതി. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കാം. ചേർക്കുമ്പോൾ കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇത് ഒന്ന് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. ഇത് ഒന്നുകൂടി ഒന്ന് ലൂസായി കിട്ടണം നമുക്ക് ഈ ബാറ്റർ. അതിന് വേണ്ടിയിട്ട് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതേപോലെ ഈ കൺസിസ്റ്റൻസിൽ വേണം ഈ ബാറ്റർ തയ്യാറാക്കി എടുക്കാൻ. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. ഇനി ഇതേപോലത്തെ ചെറിയ ബൗൾ എടുത്ത് വയ്ക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കുറച്ച് ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തിട്ട് ഇതേപോലെ ഒന്ന് തട്ടി കൊടുക്കാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കേക്ക് ഒട്ടിപ്പിടിക്കാതെ കിട്ടും നമുക്ക്. ഇനി ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. 3/4 കപ്പ് ഒഴിച്ചു കൊടുത്താൽ മതി, അധികം നിറച്ചൊഴിക്കരുത്. അപ്പോൾ ഞാനിവിടെ 3 ബൗളിലേക്ക് ബാറ്റർ ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പുമാണ് ഇതിൽ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്ക് സ്റ്റീമറിൻ്റെ പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഈ പാത്രം വെച്ചിട്ട് അടച്ച് വയ്ക്കാം. ഇത് ഒരു 25 മിനിറ്റ് ആവിയിൽ വേവിച്ച് കൊടുക്കണം നമുക്ക്. അപ്പോൾ ഇത് വെന്തോന്ന് നോക്കാം നമുക്ക്. ഇത് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ കേക്കൊന്ന് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ഇത് കൈകൊണ്ട് ഒന്ന് അടർത്തിയെടുത്താൽ മതി, അത് വിട്ടു വന്നോളും. അപ്പോൾ ഇതേപോലെ കപ്പ് കേക്കൊക്കെ വീട്ടിൽ തന്നെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് മറക്കാതെ ചെയ്യൂ. താങ്ക്